2024 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ഇന്ത്യൻ സിനിമകളുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഹോളിവുഡിനെ പറ്റിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ ഹോളിവുഡ് സിനിമകളെ പറ്റിയാണ് പറയുന്നത്. ഒരു 25 സിനിമകളുടെ ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ എത്ര സിനിമ ഈ വർഷം റിലീസാകുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. കാരണം പല സിനിമകൾ 2023 റിലീസാകുമെന്ന് പറഞ്ഞ സിനിമകളാണ് ഡേറ്റ് പുഷ് ചെയ്തിട്ട് 2024 വെച്ചിരിക്കുന്നത്. അപ്പം 2024 റിലീസ് ചെയ്യേണ്ട ചില സിനിമകളൊക്കെ ഡേറ്റ് പുഷ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറേ അധികം സിനിമകൾ ഇറങ്ങുന്ന, അതായത് ഒരുപാട് വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ ഇറങ്ങുന്ന ഒരു വർഷം കൂടിയായിരിക്കും 2024. അതിൽ മാർവലിൻ്റെ സിനിമകളുണ്ട്, അല്ലാണ്ടുള്ള സിനിമകളുണ്ട്. ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കുറേ സിനിമകളുള്ളൊരു വർഷം കൂടിയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ സിനിമകളുള്ളൊരു വർഷമാണ് 2024. അപ്പോൾ നമുക്ക് ആ ഒരു ഹോളിവുഡിൽ നിന്ന് ഇറങ്ങുന്ന 25 സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു പോകുന്നില്ല. ജസ്റ്റ് പേരും ആ ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുള്ളൂ. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്ത സിനിമ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്, ഫ്യൂരിയോസ. ആ ഒരു മാഡ് മാക്സ് സാഗയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ സിനിമയാണ്. മാഡ് മാക്സ് എന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിൽ പോയി കാണണം, ഒരു റീ റിലീസ് അവർ വെച്ചിരുന്നെങ്കിൽ എനിക്ക് തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിച്ചൊരു സിനിമയാണ്. കാരണം അത്രയ്ക്ക് വിഷ്വൽ ക്വാളിറ്റി ഉള്ള, അത്രയ്ക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഉള്ളൊരു സിനിമയാണ് മാഡ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്രാഞ്ചൈസിൽ നിന്ന് അതിൻ്റെ ഒരു പ്രീക്വൽ വരുമ്പം ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കാലം തൊട്ടേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും സിനിമ എന്നുള്ളത്. അപ്പോൾ ട്രെയിലർ വന്ന സമയത്ത് അതിനകത്ത് ഹെംസ്വർത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ, ടെംപ്ലസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഇത് ഐമാക്സിലും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കാണേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയായിരിക്കും മാഡ് മാക്സിൻ്റെ ആ ഒരു ഫ്യൂരിയോസ എന്ന് പറയുന്നത്. മെയ് 23, 2024 മെയ് 23 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം, അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. ഇനിഷ്യൽ റിലീസ് ഡേറ്റ് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. രണ്ടാമത് പറയുന്നത് ഡ്യൂൺ പാർട്ട് 2 ആണ്. ഡ്യൂൺ ഫസ്റ്റ് തന്നെ ഒരു ഗംഭീര വിജയമായിരുന്നു. ഒരുപാട് ഓസ്കാർ നോമിനേഷൻ പോയ സിനിമയാണ്. അത് വിഷ്വൽ റെപ്രസെൻറ്റേഷനും സ്റ്റോറി വൈസും പിന്നെ സിനിമാറ്റോഗ്രഫി വൈസും VFX വൈസും ഒക്കെയാണ് ഈ ഒരു സിനിമ പോയത്. ടിമത്തി ഷാലമേ, സെൻഡയ, ഫ്ലോറൻസ് പ്യൂ, റെബേക്ക ഫെർഗൂസൺ, അങ്ങനെ കുറേ അധികം വലിയ കാസ്റ്റ് ഉള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട്, ആ ഒരു വലിയ സ്റ്റോറി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. അതായത് മാഡ് മാക്സ് ലെവലിലുള്ളൊരു സിനിമ മാഡ് മാക്സിന് ശേഷം കാണുന്നത് ഡ്യൂണ് കാണുമ്പോഴാണ്. ഇത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം, ഇത് എന്ന് റിലീസ് ചെയ്താലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഡ്യൂണിൻ്റെ പാർട്ട് 2 വരുന്ന സമയത്തും ഒരുപാട് ഓസ്കാർ നോമിനേഷൻ പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ മാർച്ച് 15 റിലീസ് ചെയ്യുന്നത്. അടുത്തത് മാഡമേ വെബ്. മാർവലിൻ്റെ ഫേസ് 5 കുറേ അധികം സിനിമകൾ വരുന്നുണ്ട്, സീരീസുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് വന്നൊരു ട്രെയിലറായിരുന്നു മാഡമേ വെബിൻ്റെത്. ഞാൻ വലുതായിട്ട് കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ എന്നൊരു ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാമെന്ന് വിചാരിച്ച് പോയി കണ്ടു. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര രസമായിട്ടുള്ള ഒരു ട്രെയിലർ. അതായത് ഇത് നമ്മൾ ഈ കണ്ട ഫേസ് 5 സിനിമകളുടെ ട്രെയിലർ പോലെയൊന്നുമില്ല, കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലർ. ഡക്കോട്ട ജോൺസണുണ്ട്, സിഡ്നി സ്വീനി ഉണ്ട്. അങ്ങനെ വലിയൊരു കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. മാർവലിൻ്റെ ഒരു ഫേസ് ചേഞ്ചിങ് അല്ലെങ്കിൽ ആ ഒരു കംബാക്ക് സിനിമയൊക്കെ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാഡം വെബിനെ കുറിച്ചൊന്നും വലുതായിട്ടൊന്നും ആരും എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല ഇതുവരെ. നമ്മൾ സീരീസിലായാലും സിനിമകളിലായാലും ഒന്ന് ടീസ് ചെയ്ത് പോയിട്ട് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഒരു ഒറിജിൻ മൂവി ചെയ്യുന്നു എന്നുള്ളത് കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എപ്സ്. അതിൻ്റെ ഒരു സീക്വൽ മൂവി വരുന്നുണ്ട്. 2024 മെയ് 24 ഇതിൻ്റെ ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. ആ ഒരു പ്ലാനറ്റ് ഓഫ് ദ ഏപ്സിൻ്റെ കണ്ടിട്ടുള്ള സിനിമകളുടെ എല്ലാം ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ ഒരു സിനിമയിൽ വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് മൂവിയാണ്, ഭയങ്കര എക്സ്പീരിയൻസ് വരുന്ന ഒരു മൂവിയാണ്. നമ്മളത് എത്ര സിനിമ അത് ഇറങ്ങിയാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. മേ ബി അങ്ങനെ ഒരു ഡൊമിനേഷൻ വരാമെന്നുള്ള ചാൻസ്. അതിപ്പോൾ AI ഡൊമിനേഷൻ പോലെ തന്നെയാണ് ഒരു ആനിമൽ ഡൊമിനേഷനൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡൊമിനേഷൻ വന്നേക്കാം എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു അടിപൊളി സിനിമയായിരുന്നു പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ്. അപ്പോൾ അതിൻ്റെ ഒരു സീക്വൽ മൂവി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. അടുത്തത് ഫാൾ ഗൈ. ഈ ഒരു സിനിമയിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഇതിനകത്ത് റയൻ ഗോസ്ലിംഗ് ഉണ്ട്, എമിലി ബ്ലണ്ട് ഉണ്ട്. ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു ആക്ഷൻ ത്രില്ലറിനേക്കാളും തോന്നിയതൊരു കോമഡി സിനിമ. അതായത് റയൻ ഗോസ്ലിംഗ് ഉള്ള സിനിമകൾ നമുക്ക് അറിയാവുന്നതാണ്, ഒരു കോമഡി മോഡിലായിരിക്കും പോകുന്നത്. ഒരു സ്റ്റണ്ട് ഡബിളായിട്ടൊക്കെ അഭിനയിക്കുന്ന റയൻ ഗോസ്ലിങ്ങിൻ്റെ ക്യാരക്ടർ ഒരു കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് സംശയത്തിൽ വരുന്നു. അത് തെളിയിക്കാനൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ട്രെയിലർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് മെയ് 3 റിലീസ് ചെയ്യുന്നത്. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടതുമാണ്. അടുത്തത് ദ ബീ കീപ്പർ. ഇതിൻ്റെ ട്രെയിലർ കണ്ട ദിവസം തൊട്ട് എന്നാണ് ഈ ഒരു സിനിമ റിലീസാകുന്നതെന്ന് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം ജനുവരി 12 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പം ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ജനുവരിയിൽ തന്നെ ഈ ഒരു സിനിമ കാണാമല്ലോ എന്നുള്ളൊരു എക്സൈറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്.
നമ്മുടെ ജേസൺ സ്റ്റാഥമാണ് ഈ ഒരു സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ജേസൺ സ്റ്റാഥം പക്ക ജേസൺ സ്റ്റാഥം മൂവി കാണുന്ന, അതായത് ട്രാൻസ്പോർട്ടറൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നമുക്കറിയാൻ പറ്റുന്നതാണ് പുള്ളിയുടെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയായിരിക്കും ബീ കീപ്പേഴ്സ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രതീക്ഷ തെറ്റാതിരിക്കട്ടെ. അടുത്തത് മിക്കി 17. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ റോബർട്ട് പാറ്റിൻസൺ സിനിമയിലെ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുമെന്ന് വെച്ചാൽ മാർച്ച് 29 റിലീസ് ചെയ്യുന്നത്. മാർക്ക് റഫലോക്ക് ഈ ഒരു സിനിമയുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു ടീസർ ട്രെയിലർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അതിനകത്തൊന്നും ടീസ് ചെയ്ത് പോയിട്ടില്ല സ്റ്റോറിയെ പറ്റിയിട്ട്. ഒരു 50 സെക്കൻഡുള്ള ഒരു ടീസർ ട്രെയിലർ 1 വർഷം മുന്നേ ഇറങ്ങിയതാണ്. പിന്നെ ഈ ഒരു സിനിമയുടെ വലിയ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇത് മാർച്ചിൽ റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്. റിലീസ് ചെയ്തു. പക്ഷേ എന്താണ് സ്റ്റോറി, എങ്ങനെയാണ് ഈ കഥ പോകുന്നത്, അതിനെപ്പറ്റിയിട്ടൊന്നും വലുതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടുമില്ല, എങ്ങും കൊടുത്തിട്ടുമില്ല. ടീസറും ട്രെയിലറും ഒന്നും വന്നിട്ടില്ല. ആകെ ഒരു ടീസർ ട്രെയിലർ മാത്രമാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മാർവൽ മൂവി ആയിരിക്കും ഇത്. കാരണം ഡെഡ്പൂൾ 1ഉം 2ഉം കണ്ടിട്ടുള്ളവർക്കറിയാം ഡെഡ്പൂൾ ആരാണ്, ഡെഡ്പൂളിൻ്റെ സിനിമകൾ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഒരു ആക്ഷൻ കോമഡി സിനിമയാണ്, ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് നമ്മൾ ഒരിക്കലും തോന്നാത്ത രീതിയിലാണ് ഡെഡ്പൂളിൻ്റെ സിനിമകൾ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സിനിമയിലേക്ക് വൂൾവറിൻ എന്ന് പറയുന്ന ഹ്യൂ ജാക്ക്മാൻ്റെ ഒരു ക്യാരക്ടറും കൂടെ വരുന്നു. അത് ഹ്യൂ ജാക്ക്മാൻ്റെ ഓൾറെഡി ആ ഒരു നമ്മൾ എക്സ്മാൻ സീരീസിലൊക്കെ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം എക്സ്മാനെ വൂൾവറിൻ നമ്മളിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വൂൾവറിൻ തിരിച്ചു വരുന്നു. ഇതൊരു ഡിഫറൻറ്റ് മൾട്ടിവേഴ്സിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റിനെ പറ്റി ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ജൂലൈയിലായിരിക്കും ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. മേ ബി ഷൂട്ടിംഗ് നടക്കുന്നതേ ഉള്ളൂ. അപ്ഡേഷൻസ്, ട്രെയിലർ, ടീസർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സിനിമ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് മാത്രമേ എനിക്കറിയാൻ പറ്റൂ. അടുത്തത് തണ്ടർബോൾട്ട്. ഇതും ഒരു മാർവൽ സിനിമയാണ്. ജൂലൈ 25 ഈ ഒരു സിനിമ റിലീസാകുന്നത്. ഇത് മാർവൽ, അതായത് അവഞ്ചേഴ്സ് ഇല്ലാത്തൊരു വേൾഡിൽ വേറെ കുറേ ആൾക്കാർ ചേർന്നു അവഞ്ചേഴ്സിനെ പോലെ പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ പോകുന്ന ഒരു സിനിമയാണെന്നാണ് അറിഞ്ഞത്. ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ അങ്ങനെ ഒന്നും ഇതുവരെ റിലീസ് ചെയ്തത്. അടുത്തത് ഡാംസൽ. മില്ലി ബോബി ബ്രൗണിൻ്റെ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നെറ്റ്ഫ്ലിക്സിലായിരിക്കും റിലീസ്. മാർച്ച് 8 ഒരു സിനിമ റിലീസാകുന്നത്. മില്ലി ബോബി ബ്രൗൺ ഒരു അഡ്വഞ്ചർ മൂവിയിലൊക്കെ അഭിനയിക്കുക നമ്മളുടെ എലന ഹോംസിലൊക്കെ കണ്ടതാണ്. അപ്പം അതേപോലെ ഒരു സിനിമയായിരിക്കും ഡാംസലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർച്ച് 8 ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ബാലറീന, സ്പിൻ ഓഫ് ജോൺ വിക്ക്. ജോൺ വിക്കിന് ശേഷം ജോൺ വിക്കിൻ്റെ അപ്ഡേറ്റ്സിനെ കാര്യങ്ങളെപ്പറ്റി എല്ലാവരും കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ ഒരു ബാലറീന എന്ന് പറയുന്ന അന ഡി ആർമസ് മെയിൻ ക്യാരക്ടറിൽ എത്തുന്ന സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അതായത് നമ്മളുടെ ജോൺ വിക്ക് 3ഉം 4ഉം ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൻ്റെ ടൈം പീരീഡിലായിരിക്കും ഈ ഒരു സിനിമ നടക്കുന്നത്, ഇതിൻ്റെ സ്റ്റോറി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോൺ വിക്കിൻ്റെ ഒരു ക്യാമിയോ റോൾ ഈ ഒരു സിനിമയിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മേ ബി വന്നേക്കാം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അടുത്തത് റെഡ് വൺ, ഒരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമയാണ്. നവംബർ 15 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അതായത് ഒരു ക്രിസ്മസ് സിനിമയായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറച്ച് കോമഡി ആക്ഷൻ സിനിമയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ് ഇവൻസ് റോക്കുമാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അടുത്തത് ഗ്ലാഡിയേറ്റർ 2. ഗ്ലാഡിയേറ്റർ 1ൻ്റെ സീക്വലാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ഗ്ലാഡിയേറ്റർ 1 കണ്ടിട്ടുള്ളവർ അന്വേഷിക്കുന്ന ഒരു സാധനമാണ്. എന്നാണ് ഗ്ലാഡിയേറ്റർ 2 വരുന്നത്, എന്നാണ് വരുന്നത് എന്നുള്ളത്. 2024 എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഒരു ഇനിഷ്യൽ ഡേറ്റ് നവംബർ 22 കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ട്രെയിലറോ അങ്ങനെയുള്ള ടീസറോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. അടുത്തത് ഓൾഡ് ഗാർഡ് 2. ഓൾഡ് ഗാർഡ് 1 കണ്ട് ഞാൻ മറന്നു പോയതാണ്. സീരിയസ്ലി ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ട് ഇതൊരു 1 പാർട്ട് സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ച് മറന്നു പോകുന്നു. പിന്നെ ഞാനിങ്ങനെ തപ്പി പോകുന്ന സമയത്താണ്, അടുത്ത വർഷം ഇറങ്ങുന്ന സിനിമകളെപ്പറ്റി തപ്പി പോകുന്ന സമയത്താണ് ഇതിനകത്ത് കിടക്കുന്ന ഓൾഡ് ഗാർഡ് 2 സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്. ഓൾഡ് ഗാർഡ് 1 തന്നെ ഒരു സിമ്പിൾ മൂവിയാണ്. പക്ഷേ നല്ല രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, എൻഗേജിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ജോണറിൽ ഒരു സൂപ്പർ ഹീറോ മോഡിൽ പോകുന്നൊരു സിനിമയായിരുന്നു ഓൾഡ് ഗാർഡ്. ഇതിൻ്റെ ഒരു ഇനിഷ്യൽ റിലീസ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു സിനിമ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വർഷം. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിരിക്കും ഒരു സിനിമ. റബൽ മൂൺ പാർട്ട് 2 സ്കാർ ഗിവർ. റബൽ മൂൺ പാർട്ട് 1 ഇപ്പോൾ ഇറങ്ങിയതുള്ളൂ, ഡിസംബറിലായിരുന്നു റിലീസായത്. അപ്പം അത് കഴിഞ്ഞിട്ടൊരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അടുത്ത ആ ഒരു പാർട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ട് കണ്ട ആ ഒരു ചൂടിലെ നമുക്ക് സെക്കൻഡ് പാർട്ട് പോയി കാണാം. സ്നൈഡറിൻ്റെ സിനിമയാണ്. ഫസ്റ്റ് പാർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനൊരു ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ട് ഇറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിലർ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലായിരിക്കും ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സോണിക് ദ ഹെഡ്ജോഗ് 3. സോണിക് ആരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചൈൽഡ്ഹുഡ് തൊട്ട് നൊസ്റ്റാൾജിക്കായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് സോണിക് എന്ന് പറയുന്നത്. അതായത് പണ്ട് എനിക്ക് തോന്നുന്നു അമൃത ടി വിയിലാണെന്ന് തോന്നുന്നു ഈ സോണിക്കിൻ്റെ ഒരു കാർട്ടൂൺ വന്നുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ 5 മണിക്കുന്ന സാധനം ആ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂണാണ് സോണിക് എന്ന് പറയുന്നത്. അപ്പം അന്ന് തൊട്ടേ നമുക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് സോണിക്കിൻ്റെത്. അപ്പം അതിൻ്റെ ഒരു സിനിമ വരുന്നു. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അത് ഗംഭീര വിജയമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 3ാമത്തെ പാർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ ഒരു സീക്വൽ
ആയിട്ടുള്ള ഈ ഒരു പാർട്ട് 2024 ഡിസംബറിലായിരിക്കും റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഡേറ്റ് വന്നിട്ടില്ല. ഡിസംബർ റിലീസ് ചെയ്യുന്നത് മാത്രമേ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്തത് ഗോഡ്സില്ല എക്സ് കിങ് കോങ് ദ ന്യൂ എംപയർ. ഈ ഒരു സിനിമ ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ് എന്ന് പറയുന്നൊരു സിനിമ ഓൾറെഡി നമുക്ക് കണ്ടിട്ടുണ്ട്. 2021 2019 21 തോന്നുന്നു സിനിമ റിലീസായത്. അത് 2021 സിനിമ റിലീസായത്. ആ ഒരു സിനിമ കണ്ട സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു CGI സിനിമ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് സീൻ കൊടുക്കാവോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചൊരു സിനിമയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് സീരീസ് വന്നു, മൊണാർക്ക് ദ ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ആപ്പിൾ TV പ്ലസിൻ്റെ സീരീസ് വന്നു, അതായത് ടൈറ്റൻസിനെ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിന്നെ ഒരു ജാപ്പനീസ് സിനിമ വന്നു, ഗോഡ്സില്ല -1 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ഒരു ട്രെയിലർ വരുന്നത്, ഗോഡ്സില്ല വേഴ്സസ് കിങ് കോങ് അല്ലെങ്കിൽ ഗോഡ്സില്ല എക്സ് കിങ് കോങ് ദ ന്യൂ എംപയർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലെ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്, വെറൈറ്റി അല്ല, എനിക്ക് ഇഷ്ടപ്പെടാതെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ഗോഡ്സിലേക്ക് പിങ്ക് കളർ കൊടുത്തത്, ആ ഒരു നീല ഗോഡ്സില്ല തന്നെ ആയിരുന്നു അടിപൊളി. പക്ഷേ ഈ ഒരു പിങ്ക് കൊടുത്തത് എന്താണെന്ന് എനിക്കറിയില്ല. ഇനി പുതിയ വല്ല പവറും കിട്ടിയിട്ടാണോ എന്നറിയില്ല. ഇതിനകത്ത് ഒരു അടിപൊളി ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ഏപ്രിൽ 12 ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അടുത്തത് ഡിസ്പിക്കബിൾ മീ പാർട്ട് 4 സീക്വലാണ്. ഈ ഒരു പാർട്ട് 3, 2, 1 അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഒരു സിനിമ എന്തായിരുന്നു എന്നുള്ളത്. ആനിമേഷനാണ്, അതിന് ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആനിമേഷൻ സിനിമയാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കും, തിയേറ്ററിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു അടിപൊളി സ്റ്റോറിയുള്ള അടിപൊളി സിനിമയാണ്. ഇതിൻ്റെ ഒരു 4ാമത്തെ പാർട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. കാരണം ഒരു ആനിമേഷൻ സിനിമകൾ കാണുന്ന അത് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയുള്ളൂ അതിൻ്റെ ഫീൽ എന്താണെന്നുള്ളത്. ഈ ഒരു സിനിമ ജൂലൈ 3 റിലീസ് ചെയ്യുന്നത്. അടുത്തത് ജോക്കറിൻ്റെ 2ാമത്തെ പാർട്ട്. ഈ ഒരു സിനിമ അപ്ഡേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല. ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ലേഡി ഗാഗ ഉണ്ട്, ഭയങ്കര ഗംഭീരമായിട്ട് ഹാർലി ക്വിന്നായിട്ട് ലേഡി ഗാഗ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്ന സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ അപ്ഡേഷൻസ്, ഒരു ട്രെയിലറോ ടീസറോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒക്ടോബർ 4 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനിഷ്യൽ റിലീസ് ഡേറ്റ് ആണ് മാറ്റാണ്ടിരിക്കുക. അടുത്തത് എ ക്വയറ്റ് പ്ലേസ് ഡേ 1. ക്വയറ്റ് പ്ലേസിൻ്റെ 2nd പാർട്ടാണ്. ജോൺ ക്രിസൻസ്കി ആയിരുന്നു, എമിലി ബ്ലണ്ടും ഉള്ള സിനിമയായിരുന്നു ഫസ്റ്റ് പാർട്ട്. ഇതിനകത്തെയും റൈറ്റർ ജോൺ ക്രിസൻസ്കി തന്നെയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു സിനിമയും ജൂൺ 28 റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ചെയ്യുമെന്ന് പറയപ്പെടുന്നു. മേ ബി പുഷ് ചെയ്യാം. കാരണം ഒരുപാട് സിനിമകൾ ഈ വർഷം ഇറങ്ങാനിരുന്ന 2023 ഇറങ്ങാനിരുന്ന കുറേ സിനിമകൾ 2024 പുഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാഷ് വരുന്നത് കൊണ്ട് തന്നെ ചില സിനിമകൾ 2025 തള്ളാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഏതൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നത് നമുക്ക് നോക്കി കാണാം. അടുത്ത സിനിമ ദ ഗാർഫീൽഡ്. ഇതും ഒരു ആനിമേഷൻ സിനിമയാണ്. ഗാർഫീൽഡിനെ പറ്റി അറിയാവുന്നവർക്കൊരു പൂച്ചയുടെ അറിയാവുന്നതായിരിക്കും, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സിനിമയായിരിക്കും ഗാർഫീൽഡ്. ഇത് മെയ് 24 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. തിയേറ്റർ റിലീസാണ്. അടുത്തത് ആനിമേഷൻ സിനിമയാണെങ്കിലും ഈ ഒരു സിനിമ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് സിനിമയാണ്, കുംഫു പാണ്ട പാർട്ട് 4. കുംഫു പാണ്ട അറിയാത്തതായിട്ട് ആരുമില്ല, കുംഫു പാണ്ട ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. അത്രയ്ക്ക് കിടലൊരു ക്യാരക്ടറാണ് കുംഫു പാണ്ട. അപ്പം അതിൻ്റെ ഒരു 4ാമത്തെ പാർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ട്രെയിലർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ട്രെയിലറാണ്. ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പോയി കാണണം. അത്രയ്ക്കുള്ള സാധനമുണ്ട്. ആനിമേഷൻ സിനിമയാണെങ്കിൽ ഇത് തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനമുണ്ട്. ഇത് മാർച്ച് 8 ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തതും ഒരു ആനിമേഷൻ സിനിമയാണ്, ഇൻസൈഡ് ഔട്ട് പാർട്ട് 2. ഈ ഒരു സിനിമ ജൂൺ 14 റിലീസ് ചെയ്യുന്നത്. ഇൻസൈഡ് ഔട്ട് പാർട്ട് 1 കണ്ടിട്ടുള്ളവർക്കറിയാം ഒരു സിനിമ എന്തായിരുന്നു എന്നുള്ളത്. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമയായിരുന്നു. അപ്പം ഇതിന് 2nd പാർട്ട് വരുമ്പം അതിലും അടിപൊളിയായിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. ആനിമേഷൻ സിനിമയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് കാണാണ്ടിരിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം ആനിമേഷൻ സിനിമകൾ ലൈവ് ആക്ഷൻ സിനിമകളെക്കാൾ കിടിലം സ്റ്റോറികളുള്ള സിനിമകളാണ്. ലോർഡ് ഓഫ് ദ റിങ്സ് ദ വാർ ഓഫ് റൊഹീറം. ഈ ഒരു സിനിമ 2024 റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഡിസംബറിലായിരിക്കും. ഡിസംബർ 13 ഇനിഷ്യൽ റിലീസ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയെ 2024 റിലീസ് ചെയ്യുമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. കാരണം ഇതിൻ്റെ ഒരു അപ്ഡേഷനും ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു സിനിമ 183 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒറിജിനൽ സ്റ്റോറിയിൽ നിന്ന് 183 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനൽ ലോർഡ് ഓഫ് ദ റിങ്സിൽ കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ഈ ഒരു സ്റ്റോറിയിൽ കാണില്ല എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് കാർവൻ ദ ഹണ്ടർ. ഇതിൻ്റെ ഒരു ട്രെയിലർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 30 ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇതൊരു അടിപൊളി ഫൈറ്റ് സൂപ്പർ ഹീറോ സിനിമയായിരിക്കും എന്നാണ്. ഇതൊരു മാർവലിൻ്റെ അണ്ടറിൽ വരുന്നൊരു സിനിമയാണ്. ഒരു അടിപൊളി ട്രെയിലറാണ് ഇതിന് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 30 റിലീസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി സിനിമയായിരിക്കും. കാരണം ഈ വർഷം എനിക്ക് തോന്നിയത് 2023 പല സിനിമകളും തിയേറ്റർ റിലീസ് ചെയ്തിട്ട് ആളില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതിപ്പം
മിസ് മാർവൽ ആയാലും ഇപ്പോൾ ഇറങ്ങിയ അക്വാമാൻ ആയാലും അങ്ങനെ പല സിനിമകൾ ആളില്ലാത്തത് കൊണ്ട് കാണാൻ പറ്റാതെ പോയിട്ടുണ്ട്. 5 പേരെ വെച്ച് കണ്ട സിനിമകൾ വരെ ഉണ്ട്. അപ്പം അങ്ങനെ അല്ലാണ്ട് കുറച്ച് നല്ല സിനിമകൾ അടുത്ത വർഷം റിലീസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ അധികം നല്ല സിനിമകൾ ഇറങ്ങേണ്ട ഒരു വർഷം കൂടിയാണ് 2024. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഫ്യൂരിയോസ, ഡ്യൂൺ, അതേപോലെ കിങ് കോങ്, കുംഫു പണ്ട അങ്ങനെ കുറച്ച് സിനിമകൾക്കാണ്. ഈ ഒരു സിനിമകൾ എന്തായാലും പോയി കാണണം. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള വർഷം കൂടിയാണ് 2024. നമുക്കിനി ചെയ്യാനുള്ളത് സീരീസുകളുടെ ഒരു വീഡിയോ ആണ് ചെയ്യാനുള്ളത്. 2024 ഇറങ്ങാൻ പോകുന്ന സീരീസുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് 2024 ഇറങ്ങുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് ഉള്ള സിനിമ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.